വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞാൻ +2 മാത്സിന് ഫുൾ മാർക്സ് സ്കോർ ചെയ്യുന്നതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഡിഫിക്കൾട്ടുള്ള സബ്ജക്റ്റ് ഒന്നുമല്ല. പക്ഷെ ഇപ്പോൾ പഠിക്കാൻ കുറച്ച് എന്താ പറയുക, കുറച്ച് നമ്മളൊന്ന് എഫേർട്ട് ഇടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ മാത്സ് പഠിക്കാൻ നേരത്ത് നമ്മുടെ മനസ്സിലെ മൈൻഡ് സെറ്റാണ് ആദ്യമേ ശരിയാക്കേണ്ടത്. അതായത് മാത്സ് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് ആദ്യം തന്നെ നമ്മൾ ബിൽഡപ്പ് ചെയ്ത് പറ്റുക. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണ്, എല്ലാവരെക്കൊണ്ടും പറ്റുമെങ്കിൽ എനിക്കും പറ്റും. അങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് വേണം. എനിക്കും മാത്സ് കുറച്ച് ടഫായിട്ടുള്ള ആളായിരുന്നു. 10ാം ക്ലാസ് വരെ എനിക്ക് മാത്സ് ടഫായിരുന്നു. പക്ഷേ +1 എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ശ്രമിച്ചാൽ നമുക്കൊണ്ടല്ലാതെ പിന്നെ ആരെ കൊണ്ടാണ് പറ്റുക. അപ്പം നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അത് ടാക്കിൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം മൈൻഡ് സെറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്കൂളിൽ നിന്ന് നമുക്കൊരു നോട്ട് തരുമല്ലോ, നമ്മൾ നോട്ട് എഴുതിയെടുക്കുമല്ലോ. അത് അത്യാവശ്യം നല്ല നോട്ടാണെങ്കിൽ തിയറി നമുക്ക് മനസ്സിലാകണം. അപ്പോൾ അത് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം അതൊന്ന് റിവൈസ് ചെയ്യും. പിന്നെ സ്കൂളിൽ നിന്ന് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യിപ്പിക്കുമല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും ഞാൻ എന്ത് ചെയ്യും, ഒന്ന് നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്യും. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക്, ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യും, സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, JJ മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ആ ടീച്ചർ എല്ലാം കറക്റ്റായിട്ട് എല്ലാ എക്സസൈസിൻ്റെയും ആൻസേഴ്സ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ അത് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുക. ഞാനൊന്നും ടീച്ചേഴ്സിനോട് വലിയ രീതിയിൽ ചോദിക്കുന്ന ഒരാളല്ലായിരുന്നു. ഞാൻ കൂടുതൽ ഈ JJ മാത്സ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ. പിന്നെ NCERT ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യും. പിന്നെ NCERTയിലെ ലാസ്റ്റ് പേജിൽ ഒരു എക്സംപ്ലാർ ആണോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതായത് ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റത്തെ പേജിൽ, ആ ഒരു ചാപ്റ്ററിന് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ പേജിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. കുറച്ച് എക്സ്ട്രാ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ JJ മാത്സ് എന്ന് പറയുന്ന ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ കിട്ടും. ഓക്കെ, പിന്നെ PYQs ചെയ്യാന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് PYQs ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗൈഡ്സ് വാങ്ങിക്കാം. ഈ ന്യൂ ജ്യോതിയുടെയൊക്കെ ഗൈഡ്സാണ് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡുകൾ നല്ലതാണെങ്കിൽ നിങ്ങളത് വാങ്ങിച്ചോളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഇഷ്ടംമാതിരി വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഇപ്പോൾ HSS ലൈവ് തന്നെ ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ അത് എല്ലാ സബ്ജക്റ്റിനും ഞാൻ HSS ലൈവ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ HSS ലൈവ് +2 മാത്സ് PYQ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇയർ വൈസ് ആയിട്ടുള്ള, അതും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള PYQs നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും വെബ്സൈറ്റിൽ. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് ഡിസംബറിൽ വരാൻ പോകുന്നത് നിങ്ങളുടെ എന്താ പറയുക, ഡിസംബർ എക്സാമിന് ഇനി നിങ്ങൾ കാൽക്കുലസിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് വലിയ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്ക് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ കടക്കാനായിട്ട് പോകുന്നത് കാൽക്കുലസ് സെക്ഷനിലേക്കാണ്. അതായത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻറ്റഗ്രൽസ് അങ്ങനെയുള്ള ചാപ്റ്റേഴ്സിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ കാൽക്കുലസ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തന്നെ സ്കൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട്, കാരണം ടീച്ചർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്, ഞങ്ങളുടെയൊക്കെ ടീച്ചർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചിലത് പറയും. ചില സെഷൻസ് ഒക്കെ പാർഷ്യൽ ഫ്രാക്ഷൻസോ അങ്ങനെ എന്തൊക്കെയാണ് മറന്നുപോയി. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള മെത്തേഡ്സുകൾ വീണ്ടും വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ അത് നിങ്ങളെ ആക്കുന്നത് വരെ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക റിപ്പീറ്റഡ് ആയിട്ട്. ഓക്കെ, അതുപോലെ NCERTയിൽ 300ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം നമുക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. കിട്ടാത്തത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ സൊല്യൂഷൻ നോക്കി മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാക്സിമം കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ അതിൽ പ്രോ ആകാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, 9ഓളം മാർക്ക് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ 9 മാർക്ക് കളയാതിരിക്കുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഈ എക്സാമിനർ സൈലം, അതിൽ നിങ്ങൾ ഫുള്ള് ക്ലാസ് ഇങ്ങനെ ഇരുന്ന് കാണണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ അതിലുള്ള അവർ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ നോട്ട് ചെയ്തിട്ട് അത് നോട്ട് ചെയ്ത് തന്നെ പോവുക. കാരണം അവർ അത്രയും PYQസും അത്രയും നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫുൾ ഇരുന്ന് കാണേണ്ട, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോട്ട് ചെയ്യുക, എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. ഇതൊക്കെയാണ്, ഈയൊക്കെ ടിപ്സൊക്കെയാണ്. പിന്നെ മാത്സിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നിങ്ങൾ കണ്ടോണ്ട്, അതായത് ജസ്റ്റ് വായിച്ച് പഠിക്കില്ല കേട്ടോ മാത്സ് വേണ്ടത്. മാത്സ് എഴുതി തന്നെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.